തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശദമായ വിശകലനങ്ങളുമായി കേരളപ്പോര് ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ കേരളപ്പോരിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. LDFന്റെ കയ്യിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് നിലനിർത്താനായി LDFും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിച്ച വോട്ട് വിഹിതത്തെ മുൻനിർത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരികെ പിടിക്കാനാവുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. ആ ഒരു തീരുമാനത്തിലാണ് BJPയുടെ മുന്നേറ്റം. എന്നാൽ കോൺഗ്രസ് ആവട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. അപ്പൊ അതിനെ ഒരു 5 ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് വളരെ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ സജീവമാക്കി കഴിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ തിരുവനന്തപുരം ആകെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊണ്ട് തന്നെ സജീവമാക്കിയ UDF പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5 ഇരട്ടി സീറ്റ് നേടാനാവുമെന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഭരണം പിടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 5 ഇരട്ടി ആക്കുമ്പോൾ അത് തന്നെ UDFനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വളരെയധികം നിർണായകമായതാണിത്. പിന്നെ BJP കരുതുന്നത് ഉറപ്പായിട്ടും അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ 48 വാർഡുകളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കോൺഗ്രസിൻ്റെ താര സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും പല ഡിവിഷനുകളിലും മത്സരിക്കുന്നു. അവിടെ കോൺഗ്രസിന് മെജോറിറ്റി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ താഴെത്തട്ടുള്ള പ്രവർത്തനം ഒക്കെ നമുക്ക് വിലയിരുത്താം. അതോടൊപ്പം തന്നെ BJPയും ഒട്ടും പിറകിലല്ല, സ്റ്റാർ സ്ഥാനാർത്ഥികളെ തന്നെ അവർ രംഗത്തിറക്കിയിട്ടുണ്ട്. CPM മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ജനസമ്മതിയുള്ള ജനസ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ, യുവാക്കളെ എല്ലാം രംഗത്തിറക്കി. പക്ഷേ ഈ UDF നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ BJPക്കും CPM അതായത് LDFനും വളരെ അധികം നിർണായകമായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി നിർണയം, അല്ലേ? തീർച്ചയായും UDFനകത്ത് സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അനുഭവ സമ്പത്തിനും പരിചയ സമ്പത്തിനും യുവത്വത്തിനും എല്ലാം മുൻതൂക്കം നൽകുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുക എന്നത്. ആ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം കോർപ്പറേഷൻ ഭരണം എന്നത് മാത്രമാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് K ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതെ, പക്ഷേ കവടിയാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കവടിയാർ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ UDF കാൻഡിഡേറ്റ് ജയിച്ചത് ഒരു വോട്ടിനാണ്. അപ്പൊ ശബരിക്ക് വീണ്ടും ജയിക്കാനാകുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാര്യം കവടിയാറിന് അറിയാവുന്ന ആളാണ് ശബരി. പക്ഷേ ശബരിയുടെ വീടിരിക്കുന്ന സ്ഥലം കവടിയാറിലല്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിൽ അരുവിക്കര MLA ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പൊ ഇനി കൂടുതൽ വോട്ട് ഒപ്പം നിർത്താനാകുമോ, അല്ലെങ്കിൽ ശബരിക്ക് കവടിയാർ നിലനിർത്താനാകുമോ ഒരു ചോദ്യം നിലനിൽക്കും. ഇപ്പൊ K ശബരിനാഥനാണ് അവിടെ നിൽക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാകുമെന്ന് തന്നെ കഴിഞ്ഞ തവണ ഒരു വോട്ടിന്റെ ലീഡാണെങ്കിൽ അപ്പോൾ ഇപ്പോ മത്സരം വളരെയധികം കടുക്കും. കാരണം BJPയും സജീവമായിട്ടുണ്ട്, LDFും. അല്ല, ശബരിനാഥനെ പോലെയുള്ള ഒരു യുവമുഖം തിരുവനന്തപുരത്ത് വരുമ്പോൾ ശബരിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നേതാവാണ്. അതോടൊപ്പം തന്നെ ശബരിനാഥിനേക്കാൾ അപ്പുറം ശബരിനാഥിന്റെ പിതാവ് G കാർത്തികേയനോട് സ്നേഹബന്ധമുള്ള ആളുകൾ തിരുവനന്തപുരത്തുണ്ട്. G കാർത്തികേയന്റെ തട്ടകമായിരുന്നു. കൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്റെ രൂപത്തിൽ തിരുവനന്തപുരത്തിന്റെ സമര നഗരമാക്കി മാറ്റാൻ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ K ശബരിനാഥ്. അതോടൊപ്പം തന്നെ ശബരിയുടെ അനുഭവ പരിജ്ഞാനം, അരുവിക്കര MLA എന്ന രൂപത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങളുമായുള്ള ആത്മബന്ധം, ഇതെല്ലാം ശബരിക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. ആ ഒരു കണക്കുകൂട്ടലിൻ്റെ ഭാഗമായി തന്നെയാണ് ശബരിനാഥനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ, അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള ആളുകളെ, ഗ്ലാമർ താരങ്ങളെ ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചു. മാത്രമല്ല K മുരളീധരനെ പോലെ ഒരു സീനിയറായ മിടുക്കനായ, അതായത് തെരഞ്ഞെടുപ്പുകൾ ഹാൻഡിൽ ചെയ്ത് വളരെ വൈദഗ്ധ്യമുള്ള K മുരളീധരനെ പോലെ ഒരു നേതാവ് അവിടെ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു യാത്ര പരിപാടി സംഘടിപ്പിച്ചപ്പോൾ വൈകുന്നേരങ്ങളിൽ ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്നത് വളരെ നേരത്തെ തുടങ്ങി കഴിഞ്ഞു. അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു തർക്കവുമില്ല. കാരണം K മുരളീധരനെ പോലത്തെ ഒരു കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ സ്റ്റാർ ക്യാമ്പയിനറായ ഒരു വ്യക്തിയെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഏൽപ്പിക്കുന്നു. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ. അത് മാത്രമല്ല, K മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കേരളത്തിലെ എക്കാലത്തെയും പ്രതാപശാലിയായ AK ആന്റണിയുണ്ട്, MM ഹസനുണ്ട്. അല്ല, അത് മാത്രമല്ല
ശശി തരൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് എതിരാളികൾ വളരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും BJP ഹാൻഡിലുകൾ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് BJPയിലേക്ക് കയറാനെന്ന് LDF-കാരും BJP-കാരും ഒരേപോലെ ആരോപിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്നാണ് തരൂരിന്റെ ഒരു മാസ് എൻട്രി കോൺഗ്രസിൽ. അപ്പൊ കോൺഗ്രസിന്റെ നീക്കങ്ങളെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടും നിർണായകവുമായി മാറുകയാണ് തിരുവനന്തപുരത്ത്. കാരണം അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് കാണാം, യുവാക്കൾക്ക് യുവതികൾക്ക് KSUവിൽ 23 വയസ്സുള്ള സ്ഥാനാർത്ഥികൾ വരെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ അല്ല, അതിലേറ്റവും വേറൊരു കാര്യം എന്താണ്, KC വേണുഗോപാൽ ഒരിക്കൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ചുണക്കുട്ടന്മാർ ഇനി കേരളം ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വാക്കുകളെ സാധാരണ നമ്മൾ കാഷ്വലായിട്ട് പറയും പോലെ ചുണക്കുട്ടി എന്ന് മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ ചുണക്കുട്ടന്മാർ എന്ന് പറഞ്ഞതിന് സ്ത്രീകളെ പരിഗണിക്കാതെ പുരുഷ മേധാവിത്വത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് എതിരാളികൾ വളരെയധികം ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സീറ്റുകളിൽ പോലും സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു മുഖ്യ എതിരാളികളായ BJP-യും CPM ഇടതുമുന്നണിയും NDAയും ഇടതുമുന്നണിയും അവർ വലിയ തലവേദനയിൽ ഉഴലുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് കാണാൻ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരം ഭരിച്ച മേയർക്കെതിരെ വലിയ ആക്ഷേപം പാർട്ടിക്കകത്തുമുണ്ട്, അഴിമതി ആരോപണം ഉൾപ്പെടെ പാർട്ടിക്ക് പുറത്തുമുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്തിന്റെ ദേശീയോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടടക്കം നിരവധിയായ വിവാദങ്ങൾ ഒരു ഭാഗത്ത് കോർപ്പറേഷനെതിരെയുണ്ട്, മറുഭാഗത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട BJP ഇറക്കിയ സ്റ്റാർ സ്ഥാനാർത്ഥിയാണ് മുൻ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ ശാസ്തമംഗലത്ത്. ആ ശ്രീലേഖ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം തിരുവനന്തപുരത്തെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും വേദനിപ്പിക്കുന്നതാണ്. അവർ തന്നെയാണ് കപട ഹൈന്ദവത പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJP സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്നു. ഇതെല്ലാം ഇത്തവണ തിരിച്ചടിയായി മാറുമെന്നൊരു ഭയം BJPക്കുണ്ട്. പക്ഷേ അതോടൊപ്പം BJPയുടെ കൗൺസിലറായിരുന്ന തിരുമല അനിൽ പാർട്ടി നേതാക്കന്മാരുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം BJPയുടെ RSSന്റെ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം തിരുവനന്തപുരത്ത് BJPയെ ബാധിക്കും. കൂടാതെ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം BJPക്കകത്തെ ഗ്രൂപ്പ് പോര്, ഒരു ഭാഗത്ത് K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പാലം വലിക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് V. മുരളീധരന്റെ നേതൃത്വത്തിൽ പാലം വലിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം തീർച്ചയായും S. സുരേഷ് ഉണ്ട്, VV രാജേഷ് ഉണ്ട് തിരുവനന്തപുരം. ഇവർക്കെതിരെ കരമന ജയനെ പോലെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കളുണ്ട്. BJPയിൽ ആര് മേയറാകും, ആർക്ക് ഭരണം കിട്ടിയാൽ ആർക്ക് മേയർ എന്ന് അടി തുടങ്ങി. പക്ഷേ സജീവമാക്കാൻ കഴിയുന്നില്ല അവർക്ക്. കാരണം പല ആരോപണങ്ങൾ, തിരുമല അനിലിനെ പോലെ ഒരു ജനകീയ കൗൺസിലർ ആത്മഹത്യ ചെയ്ത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. അതിൽ നിന്ന് കരകയറി വരാൻ ശ്രമിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്യുന്നത്, തൃക്കണ്ണാപുരത്ത്. തീർച്ചയായും അല്ല, ആ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ BJP മാത്രമല്ല പ്രതിരോധത്തിലായിട്ടുള്ളത്, അദ്ദേഹം CPM-ഉമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും പല സ്ഥലത്തു നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് BJP മാത്രമല്ല CPM-നെയും അദ്ദേഹത്തിന്റെ മരണം, ആത്മഹത്യ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതോടൊപ്പം CPM-ന്റെ സ്ഥാനാർത്ഥിയെ പറ്റി പരിശോധിച്ചാൽ അതിലും പ്രമുഖ അവരെ രംഗത്തിറക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ സൗവർണിക? ഒരുപാട് സ്ഥലത്ത് CPM എന്താണ് തിരിച്ച് നിലനിർത്തണം, സീറ്റ് നിലനിർത്തണം എന്ന് ഉറച്ചു തന്നെയാണ്. പേട്ടയില് SP ദീപകിനെയൊക്കെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്ന് വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞെടുത്ത് ഇത്തവണ ആര്യ സ്ഥാനാർത്ഥിയല്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പോലും ആര്യക്ക് പങ്കില്ല. അപ്പൊ ഇവര് ശബരിയെ ഒതുക്കി എന്ന് പറയുന്ന പോലെ ആര്യയെ ഒതുക്കിയ ഒരു തലത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ പാർട്ടിയുടെ ആന്തരികമായ ചർച്ചകളിൽ വരേണ്ടതാണ്. ഇപ്പൊ ശബരിനാഥിനെ അവർ ഒതുക്കി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അതുപോലെ തന്നെ അത് പാർട്ടിക്കുള്ളിലെ തീരുമാനമാണ്, അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടതാണ്. പക്ഷേ അവിടെ SP ദീപകിനെ പോലുള്ള സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നു, IP ബിനു രംഗത്ത് വരുന്നു. IP ബിനുവിന് വേണ്ടി ഇന്ന് ബിനീഷ് കൊടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരണത്തിനെത്തിയിട്ടുണ്ട്. കുന്നുവഴി വാർഡ്, കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുക്കാൻ IP ബിനുവിനെ നിയോഗിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഭീമാപ്പള്ളി പോലെയുള്ള മേഖലകളിൽ വാർഡ് വിഭജനത്തിൽ കനത്ത അശാസ്ത്രീയത ഉണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള UDF ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകൾ അശാസ്ത്രീയമായി വെട്ടിമുറിച്ചതിന്റെ ഒരു നേർസാക്ഷ്യം കൂടി തിരുവനന്തപുരം നഗരസഭ കാണുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാലും ഇത്തരത്തിൽ ചില ഗ്ലാമർ സ്ഥാനാർത്ഥികളും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഒന്നിനൊന്ന് ഓരോ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് 3 മുന്നണികളും ലക്ഷ്യമിടുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് ഗ്ലാമർ താരങ്ങളെ അതിലും കാണാൻ സാധിക്കുന്നില്ലേ? അതിനകത്ത് ഏറ്റവും അവർ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരാളാണ് ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി. പക്ഷെ അവർ വിചാരിച്ചത്ര ഒരു സ്വീകാര്യത ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല. കാര്യം അത് IPS-കാരിയായിട്ട് കൂടി ഒരു സ്വീകാര്യത അല്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്കൊന്നും വരാതെയാണ് നിൽക്കുന്നത് ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി. പക്ഷേ ശാസ്തമംഗലം BJPയുടെ സിറ്റിംഗ് സീറ്റാണ് ശാസ്തമംഗലം എന്ന് പറയുന്നത്. അവർക്കിപ്പോ നിലവിൽ 34 സീറ്റുണ്ട്. അതിൻ്റെ അകത്ത് തിരുമല അനിലിന്റെ മരണം ഇതെല്ലാം BJP പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ അത് വലിയൊരു ദൂരം തന്നെയാണ്.
കോൺഗ്രസിന്റെ ജംബോ കമ്മിറ്റി എന്ന പേരിൽ എതിരാളികൾ ഒരുപാട് അധിക്ഷേപിച്ചായിരുന്നു. പക്ഷെ ആ ജംബോ കമ്മിറ്റി എന്തിനാണ് അവർ രൂപീകരിച്ചത് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ്, കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമൊന്നുമില്ല, അത് ലോക്കലായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ലേ എന്നുള്ളൊരു ധാരണയാണ് പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് വിപരീതമായി ഈ ജംബോ കമ്മിറ്റി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തായാലും കോൺഗ്രസിന് പഴയ പ്രതാപത്തോടെ തിരിച്ചു വരിക എന്ന ഉദ്ദേശത്തോടു കൂടി, അത് നമുക്കിപ്പോ മനസ്സിലാവും, ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് അവിടെ ചുമതല വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജംബോ കമ്മിറ്റി എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഒരു കര പറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് ചില മണ്ഡലങ്ങളുടെ ചില ഡിവിഷനുകളുടെ ചിത്രം കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നത്? മുട്ടയുടെ വൈഷ്ണവാണ് സ്ഥാനാർത്ഥി, KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ്. ആദ്യം ശബരിനാഥിന്റെ ലിസ്റ്റ് വന്ന കൂട്ടത്തിലുള്ളായിരുന്നു വൈഷ്ണ. അന്ന് മുതൽ ശ്രദ്ധേയ ആളാണ്. 23 വയസ്സിൽ സ്ഥാനാർത്ഥിയാകുന്നു പെൺകുട്ടി എന്ന് പറഞ്ഞ് ഇപ്പോ വലിയ വിവാദം CPM വൈഷ്ണയ്ക്കെതിരെ കൊടുത്തു. വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്തു. ഇന്ന് ഹൈക്കോടതി ഉത്തരവ് കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു ഒരു സംശയം കൂടെ, കോൺഗ്രസ് നേതാക്കളാരും KSU പോഷക സംഘടന അല്ല എന്ന് തള്ളി പറഞ്ഞിട്ടൊന്നും അതെ, KSUവിന്റെ ആൾക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മുട്ടടയിൽ വികസനം ചർച്ച ചെയ്ത് വോട്ട് നേടുന്നാണ് പറയുന്നത്. മുട്ടടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവില് അത് CPM-ന്റേതാണ്. പക്ഷേ CPM-ന് ആണെങ്കിലും 3-ാം സ്ഥാനത്തായിരുന്നു 2015 തെരഞ്ഞെടുപ്പിൽ. പിന്നീട് ഒരു ബൈ ഇലക്ഷൻ നടന്നപ്പോൾ 2020 തെരഞ്ഞെടുപ്പിൽ പിന്നീട് ഒരു ബൈ ഇലക്ഷൻ നടന്നു. അവിടെ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ കോൺഗ്രസ് രണ്ടാമതെത്തി. അപ്പൊ വൈഷ്ണവ് പറയുന്നത് തീർച്ചയായും ഇത്തവണ മുട്ടട പിടിക്കും, വികസനം ചർച്ച ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഹൈക്കോടതി ഉത്തരവ് വൈഷ്ണവിലെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആരോപണങ്ങൾ വന്നതും അതെല്ലാം വൈഷ്ണവിക്ക് വോട്ട് കൂടുതൽ കൊടുക്കും. കാര്യം രമ്യ ഹരിദാസിന്റെ വിഷയത്തിൽ ഇതുപോലെ ആയിരുന്നല്ലോ, ആരോപണങ്ങളും മറ്റും വരുമ്പോഴാണ് അത് അവർക്ക് അനുകൂലമായിട്ട് വരാറ്. അപ്പൊ അതുകൊണ്ട് വൈഷ്ണവിക്ക് അവിടെ വൈഷ്ണവിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ പറയാനുള്ള വഴുതക്കാട് നീതു വിജയൻ, നമുക്കറിയാം നിലപാടുകളുടെ രാജകുമാരി എന്നൊക്കെ പറയാം. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ 2 ഭാരവാഹികളാണ് ആദ്യം ഈ പ്രതികരണമായി രംഗത്ത് വന്നത്. അതിലൊരു വ്യക്തിയാണ് നീതു വിജയൻ. മറ്റേത് കോഴിക്കോടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലാണ് ആദ്യം പ്രതികരിച്ചത്. രണ്ടാമത് പരസ്യമായി മാധ്യമങ്ങൾക്ക് പ്രതികരിച്ചതിന് പിന്നാലെ നീതു വിജയൻ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് രംഗത്തിറക്കി. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്ന സ്ഥാനാർത്ഥിത്വമാണ് നീതു വിജയന്റെ. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നേമശേജിയാണ്. കാരണം നിയമം ഇപ്പൊ ഉള്ളത് ബിജെപിയുടേതാണ്, 3-ാം സ്ഥാനത്താണ്. നിയമ ഷജീറിനെ കൊണ്ട് തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിയമ ഷജീറിനെ തിരുവനന്തപുരത്തിന്റെ സമര യൗവനം എന്ന് വിശേഷിപ്പിക്കുന്ന നിയമ ഷജീറിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് നിയമ ഷജീർ. അപ്പം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നിടത്ത് 1-ാമത് എത്താൻ വേണ്ടിയിട്ടാണ്, അത് യൂത്തിന് കൊടുത്ത സീറ്റാണ്. അത് അപ്പം ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് നിയമ ഷജീറിനെ രംഗത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മുതിർന്ന നേതാക്കൾ ഈ പറയുന്ന പോലെ ജോൺ ജോസഫ് കഴിഞ്ഞ തവണ ജോൺസൺ ജോസഫ് നാലാഞ്ചിറയിലായിരുന്നു, ഇത്തവണ ഉള്ളൂരാണ് മത്സരിക്കുന്നത്. അതുപോലെ എന്താണ് എല്ലാവർക്കും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ KSUവിന്, യൂത്ത് കോൺഗ്രസിന്, വനിതകൾക്ക്, പിന്നെ മുതിർന്ന നേതാക്കൾക്ക് എല്ലാവരും പരിഗണന കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു തേരോട്ടം നടക്കുന്നത്. എന്തായാലും വളരെ വലിയ വാശിയേറിയ മത്സരം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന് പഴയ പ്രതാപമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു ചരിത്രമുണ്ട്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്ന കോൺഗ്രസ് ആണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും റായ്ബറേലിയിലും അമേഠിയിലും അടക്കം തോറ്റു തുന്നം മാറി കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാവിയില്ല എന്ന് വിശേഷിച്ചപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അനുകൂലമായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 45 ആളുകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗബലം ഉയർന്നെങ്കിൽ ഇപ്പോൾ 2024 100ലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു. അത് മാത്രമല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിനകത്ത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് കേവലം 9 അംഗങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ നിയമസഭയിൽ കുറഞ്ഞ സമയത്ത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 5 അടി 3 ഇഞ്ച് ഉയരക്കാരനായ ഒരു നേതാവ് കണ്ണൂരിൽ ജനിച്ച് തൃശൂർ കർമ്മമണ്ഡലമാക്കി മാറ്റിയ കേരളത്തിന്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ K കരുണാകരൻ ആ 9 അംഗങ്ങളെയും കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം തീർക്കുകയും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു. അന്ന് കേരളത്തിന്റെ തെരുവീതികളിൽ യൂത്ത് കോൺഗ്രസും KSUവും വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: വർഷം 5 കഴിഞ്ഞോട്ടെ, പിള്ളേരൊന്ന് വളർന്നോട്ടെ. ആ പിള്ളേര് വളരുകയും കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു. അതേ ആവർത്തനം തിരുവനന്തപുരം നഗരസഭയടക്കമുള്ള കേരളത്തിന്റെ മുഴുവൻ നഗരസഭകളിലും കാണാൻ പോകുന്നു. എടുത്തു പറയാൻ നമുക്ക് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറയുന്നത്, തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തെത്തിയ നഗരസഭയിൽ പിള്ളേരെ ഉപയോഗിച്ച്, അതായത് KSUക്കാരെയും യൂത്ത് കോൺഗ്രസിനെയും ഉപയോഗിച്ച കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഡിസംബർ 13 കാണാൻ കഴിയുക. വർഗ രാഷ്ട്രീയത്തെയും വർഗീയ ഫാസിസത്തെയും
ഒരേപോലെ നേരിട്ടുകൊണ്ട് ഈ വർഗീയ ഫാസിസത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്. അത് മാത്രമല്ല ഈ വരുന്ന നിയമസഭാ അതായത് 2 ടേം LDF ഭരിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ഒരു ഭരണവും കൂടി LDF ഉറപ്പായിട്ടും LDF പിടിക്കും എന്ന് അവർ ഉറപ്പിക്കുമ്പോൾ ഈ ഒരു ടേൺ LDFന് ലഭിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതാകും എന്ന ഒരു പ്രചരണമാണ് പലരും നടത്തുന്നത്. പക്ഷേ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓക്സിജൻ ആണ് എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകവുമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറി എന്നാൽ അതിന്റെ അർത്ഥം കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നു എന്ന് തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നു എന്ന് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ ഇമ്പാക്ട് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയും. അത് മാത്രമല്ല വരും നാളുകളിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം നിതിൻ പറഞ്ഞതുപോലെ ഈ ഒരു ചാരത്തിൽ നിന്നും ഉയർന്നു വരുന്ന കോൺഗ്രസ് ഇവിടത്തെ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയവുമായി വിദ്വേഷ പ്രചരണത്തിലൂടെ അധികാരം കൈയാളുന്ന അധികാരികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച് ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് ഭരണം സുനിശ്ചിതമായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം.